ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോക്കർ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുന്നതിന് മുമ്പ് ഗോൾഡിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ഹയർ ലോ ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് 33.77 എന്നുള്ള റേഞ്ച്. അപ്പോൾ നമുക്കൊരു ട്രേഡ് നോക്കാം, അപ്പ് സൈഡിലേക്ക് ട്രേഡ് നോക്കാം. അപ്പോൾ അതിന് ഒരു എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബാങ്കിലും നിഫ്റ്റിയിലും നമുക്ക് എന്താ പറയുക ലെവൽസ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ജസ്റ്റ് ഇതിലെ ട്രേഡ് എടുത്തിട്ട് നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:21 ആയിട്ടുണ്ട്. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബൈ കൊടുക്കാം. ഇത് ചെറിയൊരു പിന്നെന്താ പറയുക, അത് സ്കാൽപ്പിംഗ് ആട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത്. കാരണം അതൊരു 50 മിനിറ്റ്സിൻ്റെ ലോ എടുത്തിട്ടുണ്ട്. ഇനി ഹൈ എടുക്കുമ്പോൾ പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ആവും. അതുകൊണ്ട് നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യാം. നമുക്ക് ചെറിയ 3 പോയിൻ്റ് എസ് എല്ലും ഒരു 4 പോയിൻ്റ് സംതിങ് 5 പോയിൻ്റ് അടുത്ത് ടാർജറ്റും 1:1.5 റേഞ്ചിലുള്ള ഒരു റിസ്ക് റിവാർഡിലൊരു ട്രേഡാണ്. ഒരു സ്കാൽപ്പിംഗ് ലോസ് വരികയാണെങ്കിൽ 5300 ആയിരിക്കും ലോസ് വരിക. ടാർജറ്റ് നമ്മൾ വെക്കാൻ പോകുന്നത് 3387.71 ആണ്. അതായത് 7232 ആണ് നമുക്ക് ടാർജറ്റ് വരും. 1:1 എബോവ് ഉണ്ട്, 1:1.5 ഒക്കെ അടുത്ത്. ഓക്കെ, നമ്മുടെ എസ് എൽ ഈ ഒരു ഏരിയ വരും, ടാർജറ്റ് ഈ ഒരു സിങ് ഹൈ വരും. കാരണം ഇത് നമ്മൾ വലിയൊരു സിങ് ടാർജറ്റ് വെക്കണമെന്ന് പ്ലാൻ ചെയ്തത്, പക്ഷേ ഒരു 50 മിനിറ്റ്സിൻ്റെ ലോ എടുത്തു. ഇനി ഹൈ എടുക്കുമ്പോൾ പുതിയൊരു ലിക്വിഡിറ്റി ഡൗൺ സൈഡിൽ ക്രിയേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് വീണ്ടും താഴേക്ക് വരുമ്പം അഗെയിൻ ഇതിൻ്റെ ഹൈ എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു താഴേക്ക് വരുമ്പോൾ വീണ്ടും നല്ലൊരു വലിയ ട്രേഡ് നോക്കാം. അപ്പോൾ തൽക്കാലം ഈ ഒരു ട്രേഡ് വെക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ചെറിയ പ്രോഫിറ്റിലാണ്. നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് ചെക്ക് ചെയ്തേക്കാം. നിഫ്റ്റി 24,927 ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയും 25,74 അപ്പ് സൈഡ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അതുകൊണ്ട് നിഫ്റ്റിയിൽ നമ്മൾ അപ്പ് സൈഡിലായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി നിഫ്റ്റിയുടെ ലെവൽസ് അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. നമ്മുടെ ഗോൾഡിൻ്റെ ട്രേഡ് ഒന്നും ആയില്ല കേട്ടോ, എസ് എൽ ടാർജറ്റ് അടിച്ചിട്ടില്ല, വെയിറ്റിങ്ങിലാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണ് 55,836 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. ഇനി അപ്പ് സൈഡ് ആണെങ്കിൽ 56,205 ഇതിലേതാണോ ടാപ്പ് ചെയ്യണതനുസരിച്ചായിരിക്കും ട്രേഡ്. ഇതിൽ ബാങ്ക് നിഫ്റ്റി രണ്ടും ടാപ്പ് ചെയ്തിട്ടില്ല, രണ്ടിൻ്റെയും സെൻറ്റർ ഏരിയയിലാണ് ഉള്ളത്. സെൻറ്ററല്ല, ഡൗൺ സൈഡ് ലിക്വിഡിറ്റിൻ്റെ അടുത്താണ്. നമുക്ക് ഏതെങ്കിലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റിൽ വെയിറ്റിങ്ങിലാണ്. ഇന്നിവിടെ പവറില്ല, 14 വരെ ഉള്ളൂ പവർ ഓഫീസിൽ. അതുപോലെ നമ്മുടെ എൻ്റെ ഒരു ബാക്കപ്പ് സിസ്റ്റം ഉണ്ട്, ഇപ്പോൾ ബാറ്ററി അതും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ എത്രത്തോളം ചാർജ് കിട്ടുമോ അതുവരെ ഉണ്ടാവുള്ളൂ. ഓപ്പർച്യൂണിറ്റി അതിൻ്റെ മുമ്പായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. സമയം 9:27 ആയിട്ടുണ്ട്. നമ്മുടെ ഗോൾഡ് സ്റ്റിൽ 3000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റിലാണ്. അപ്പം നമ്മൾ ഒരു സ്കാൽപ്പിങ് നമ്മളെ 7000 എത്തണം, എന്നാലേ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എസ് എൽ 5000 രണ്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഇതിൽ ഓപ്ഷൻസിൽ നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ചെയ്യുന്ന പോലെ തീറ്റ ഡി കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതൊന്നും വലിയ പ്രശ്നമില്ല. ഡി കെ അടിച്ച് പോവുക അങ്ങനത്തെ കേസില്ല. എപ്പോഴും ഒരു ഫ്യൂച്ചറിലാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ടാർജറ്റിലെത്തിയാൽ രണ്ടും കൊടുത്തിട്ടാൽ പിന്നെ അങ്ങോട്ടും ചിന്തിക്കാനൊന്നുമില്ല നമുക്ക്. പിന്നെ നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യാന്നുള്ളൂ. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കാമെന്നല്ലാതെ എല്ലാം പ്രീ പ്ലാൻഡാണ്. നമ്മുടെ ഓരോ ട്രേഡിനും ടാർജറ്റും സ്റ്റോപ്പ് ലോസൊക്കെ പ്രീ പ്ലാൻഡാണ്. 6000 ഒക്കെ ആയിട്ടുണ്ട്, നമ്മൾ ടാർജറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല. ടാർജറ്റ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടായിക്കോളും. അതുപോലെ എസ് എൽ എത്തുമ്പോഴും ഓട്ടോമാറ്റിക്കലി കട്ടായിക്കോളും. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് അധിക സമയം ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് മാർക്കറ്റിൽ എൻ്റെ ലാപ്പിൻ്റെ ചാർജ് കഴിഞ്ഞ വരെ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ബാറ്ററി കുറേ കാലമായിട്ട് അത് കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത് ഇനി പോയിട്ട് നന്നാക്കണം, ഇന്ന് പോയിട്ട് അത് ക്ലിയർ ചെയ്യണം. കാരണം ഇനിയും മഴക്കാലം അതിനെക്കൊണ്ട് മൊത്തം ഇവിടെ പോസ്റ്റിൻ്റെ വർക്ക് നടക്കണതിനെ കൊണ്ട് ഇന്ന് ഏതായാലും വരില്ല എന്ന് പറയും. KCB വിളിച്ചിട്ട് ഇന്ന് ഏതായാലും ഇലക്ട്രിസിറ്റി വരില്ല. അപ്പം പിന്നെ നോക്കാം. ഓക്കെ, നമ്മുടെ ടാർജറ്റ് ലെവലിലേക്ക് എത്തുന്നുണ്ട്. എത്തിയിട്ടില്ല, സ്റ്റിൽ വെയിറ്റിംഗ്. ഇല്ല, ടോട്ടൽ ക്യാപിറ്റൽ 1,70,000 ഒക്കെ ആയിട്ടുണ്ട് വീണ്ടും. ആർക്കെങ്കിലും ഇത് ഓപ്പൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ ലിങ്ക്. XNSൻ്റെ ട്രേഡിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, നമ്മുടെ ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 7000 റേഞ്ച് പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമുക്ക്. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ 171 ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ ഇന്നലെ കുറച്ച് ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. ഇന്നലെ ഒരു 26,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 SL ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു ടാർജറ്റും 3 SL ഉണ്ടായിരുന്നു. ഇനി ഏതായാലും ചാൻസ് വരട്ടെ. ഞാൻ ഏതായാലും നിഫ്റ്റിയിലും ബാങ്കിലും ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.
സമയം 9:40 നിഫ്റ്റിയിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് കാറ്റഗറിയിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. ബാങ്ക് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഓൾറെഡി അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, ലോ എടുത്തിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. പ്രീമിയം സപ്പോർട്ടിങ് കാണുന്നില്ല, ഏതായാലും നോക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 136.3ക്കാണ്. നമ്മുടെ SL 6 പോയിൻറ്റ്സ് ആണ് മാക്സിമം. ലോസ് വരികയാണ് 3000 ആയിരിക്കും ലോസ് വരിക. SL അടിച്ചിട്ടുണ്ട് കേട്ടോ, സെക്കൻഡുകൾക്കുള്ളിൽ SL അടിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ട്രേഡ് സ്റ്റിൽ എന്താ പറയുക, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഇല്ല. ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി എപ്പോഴാണ് തരുന്നത് നിഫ്റ്റിയിൽ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലൊരു പ്രൈസ് ആക്ഷൻ ശ്രദ്ധിച്ചോന്നറിയില്ല. മാർക്കറ്റ് ഒന്ന് അപ്പ് സൈഡിലേക്ക് പോയതിനു ശേഷം വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും ഹൈ എടുത്തിട്ട് താഴെ വരുന്നുണ്ട്. അതായത് ഒരു ടൈപ്പ് ഓഫ് ട്രാപ്പ് തന്നെയാണ്, ഒരു സ്വിങ് ഹൈ എടുത്തിട്ട് വീണ്ടും താഴെ വരിക എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് മാർക്കറ്റ് കാണുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. ഇനി വല്ല ചാൻസ് ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ വെച്ച് വല്ല ചാൻസ് ഉണ്ടെങ്കിൽ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പവർ അനുസരിച്ചിരിക്കും. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്താലും. ഇത് സമയം 10:31. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്കും ഉണ്ട്. പ്രീവിയസ് ഡേൻ്റെ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്കുണ്ട്. മുകളിലേക്കുള്ള എൻട്രി ഏരിയ ഇവിടെ നിന്നാണ് വരിക. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്വിങ് ഹൈ ടാർഗറ്റ് വെക്കാം. ഇനി അതല്ല, അതും 129 പോയിൻ്റ് ഉള്ളതാണ്. ഞാൻ ഇതുവരെ ട്രേഡ് എടുക്കണില്ല അത് അപ്പ് സൈഡിലേക്ക്. ഇനി ഡൗൺ സൈഡിലേക്കും ട്രേഡ് എടുക്കണ്ടേ എന്നുള്ളതാണ്. കാരണം ഡൗൺ സൈഡിലേക്കും ടാർജറ്റ് ഡിസ്റ്റൻസ് കുറവാണ്. ഞാൻ ജസ്റ്റ് പ്രീമിയം നോക്കട്ടെ, പ്രീമിയത്തിന് സപ്പോർട്ടീവ് ആണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അതല്ല, നമ്മുടെ ബാറ്ററി കഴിയാൻ ഇനിയൊരു 20% കൂടി ഇല്ല. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡിങ് ചെയ്യുമ്പോഴേക്കും ടൈം എടുക്കും. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. പിന്നെ ജസ്റ്റ് ഞാൻ പ്രീമിയം കാണിച്ചു തരാം. പ്രീമിയം നോക്കാം, സപ്പോർട്ടീവ് ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പോട്ടെ. ഈ ഒരു ക്യാൻഡലിന് ഹൈ എടുക്കുമ്പോൾ നോക്കാം നമുക്ക് പ്രീമിയത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. ജസ്റ്റ് നോക്കാം, പ്രീമിയം ഒക്കെ ആഡ് ചെയ്തിടാം. പ്രീമിയം പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഫുള്ളായിട്ട്. ഇനി അതല്ല, പ്രീമിയം താഴേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഒഴിവാക്കട്ടോ, ആ ട്രേഡ് ചെയ്യണ്ട. കാരണം അപ്ലോഡ് ചെയ്യാനൊക്കെ ടൈം എടുക്കും. പിന്നെ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് ട്രേഡ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്തിട്ടില്ല, സ്റ്റിൽ വെയിറ്റിങ്ങിൽ തന്നെയാണ്. ഒന്നാമത് രണ്ടിലും ഇല്ല ടാർജറ്റ്. ഇപ്പം ഈ ട്രേഡ് എടുത്താൽ തന്നെ ടാർജറ്റ് ഇല്ല. ഇന്നത്തെ ഡേലോയിലേക്കും ഡിസ്റ്റൻസ് കുറവാണ്. 474 ഉണ്ട് ഇപ്പോൾ പ്രീമിയം റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഹൈ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇനി അതല്ലെങ്കിൽ പോട്ടെ. ഇല്ല, പ്രീമിയം അങ്ങോട്ട് ഇല്ല. പുട്ട് ഓപ്ഷൻ എന്താ, പ്രീമിയം താഴേക്ക് തന്നെയാണ് തോന്നുന്നത്. ഹൈ എടുത്തിട്ടില്ല, അതിന് മുമ്പ് തന്നെ പ്രീമിയം താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ വേണ്ട, ആ ട്രേഡ് നോക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വേണ്ട, അതാ പ്രീമിയം അത് ഇറങ്ങണം, വേണ്ട, ഈ ട്രേഡ് ഒഴിവാക്കാം. നമുക്ക് കുഴപ്പമില്ല, നാളെ നോക്കാം. ഇനി ഏതായാലും ഇന്ന് ഒരു കാര്യമുണ്ട്, എന്താ പറയുക, ലെവൽസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. കാരണം ഞാൻ ഈവനിങ് ടൈമിൽ ഇരിക്കുമ്പോഴേ അത് കഴിയുള്ളൂ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം 6 മണിയാവും പവർ വരാൻ. അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ നോക്കാം. എല്ലാവരും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ മുതൽ എന്തായാലും ഞാൻ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഏതായാലും നാളെ കാണാം. താങ്ക് യു, ബൈ.